കൂട്ടുകാരെ, ഒരു കഥ കേൾക്കാം. കഥയുടെ പേര് രാമുവും കൂട്ടുകാരനും. രാമു ഒരു കച്ചവടക്കാരനാണ്. ഒരിക്കൽ രാമുവിനൊരു യാത്ര ചെയ്യേണ്ടി വന്നു. 6 മാസം നീണ്ട ഒരു യാത്ര. അയാളുടെ വീട്ടിൽ ധാരാളം ഇരുമ്പുണ്ടായിരുന്നു. യാത്ര പുറപ്പെടും മുമ്പ് തന്നെ അത് മുഴുവൻ തൻ്റെ കൂട്ടുകാരനെ അയാൾ ഏൽപ്പിച്ചു. രാമുവിൻ്റെ യാത്ര പരാജയമായിരുന്നു. അയാൾക്ക് നേട്ടമൊന്നും ഉണ്ടായില്ല, നഷ്ടമാവുകയും ചെയ്തു. മടങ്ങി വന്ന് കൈവശമുള്ള ഇരുമ്പ് വിറ്റ് നഷ്ടം നികത്താമെന്ന് അയാൾ ആശ്വസിച്ചു. നാട്ടിലെത്തി കൂട്ടുകാരനോട് തനിക്ക് വന്ന നഷ്ടത്തിൻ്റെ കഥ പറഞ്ഞു. അപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു, താങ്കൾക്ക് കഷ്ടകാലം തന്നെ. താങ്കൾ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച ഇരുമ്പ് മുഴുവൻ എലികൾ തിന്നു തീർത്തു. കൂട്ടുകാരൻ രാമുവിന് തൻ്റെ കാലിയായ ഗോഡൗൺ കാണിച്ചു കൊടുത്തു. രാമുവിന് കൂടുതൽ വിഷമമായി. അവൻ കൂട്ടുകാരനോട് പറഞ്ഞു, സാരമില്ല, പോയതെല്ലാം പോകട്ടെ. തൻ്റെ കൂട്ടുകാരൻ തന്നെ ചതിച്ചതാണെന്ന് രാമുവിന് ഉറപ്പുണ്ടായിരുന്നു. അല്ലാതെ എലി ഇരുമ്പ് തിന്നുമോ? കൂട്ടുകാരൻ രാമുവിനോട് പിറ്റേന്ന് വൈകുന്നേരം തൻ്റെ വീട്ടിൽ വിരുന്നിന് വരണമെന്ന് നിർബന്ധിച്ചു. രാമു വരാമെന്ന് സമ്മതം മൂളി. രാമു തൻ്റെ വിഷമം പുറത്തു കാട്ടിയില്ല. അന്ന് മടങ്ങും വഴി അയാൾ കൂട്ടുകാരൻ്റെ 5 വയസ്സുള്ള കുട്ടിയെ ആരും കാണാതെ കൂടെ വിളിച്ചുകൊണ്ടുപോയി. കുട്ടിയെ തൻ്റെ വീട്ടിൽ ഒരു രഹസ്യമുറിയിൽ സുഖമായി അയാൾ പാർപ്പിച്ചു. പിറ്റേന്ന് വൈകുന്നേരം കൂട്ടുകാരൻ്റെ വീട്ടിൽ വിരുന്നിന് രാമു എത്തി. ഇരുവരും ഭക്ഷണത്തിനിരുന്നു. കൂട്ടുകാരൻ ദുഃഖിതനായിരുന്നു. അയാൾ വളരെ വിഷമത്തോടെ പറഞ്ഞു, ഇന്നലെ മുതൽ എൻ്റെ മകനെ കാണുന്നില്ല. അന്വേഷിക്കാത്ത ഒരു സ്ഥലവുമില്ല. രാമു പറഞ്ഞു, താങ്കളുടെ മകനെ അന്വേഷിച്ചിട്ട് കാര്യമില്ല. ഇന്നലെ ഒരു പരുന്ത് ഒരു കുഞ്ഞിനെ എടുത്തു കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടതാണ്. അത് താങ്കളുടെ കുഞ്ഞായിരിക്കണം. എന്ത്, പരുന്തോ? കുഞ്ഞിനെ പരുന്ത് റാഞ്ചുകയോ? 20 കിലോ തൂക്കമുള്ള കുഞ്ഞിനെ പരുന്തിന് പൊക്കാൻ കഴിയുമോ? നുണയാണത്, കൂട്ടുകാരൻ പറഞ്ഞു. സുഹൃത്തേ, ഈ നാട് പ്രത്യേകതരം ജീവികളുള്ള നാടാണ്. ഇരുമ്പ് തിന്നുന്ന എലികളും കുഞ്ഞുങ്ങളെ റാഞ്ചുന്ന പരുന്തുകളും ഇപ്പോൾ ഈ നാട്ടിലുണ്ട്. എന്തു ചെയ്യാം, കഷ്ടകാലം തന്നെ. താങ്കൾക്കും കഷ്ടകാലം തുടങ്ങിയിരിക്കുന്നു, കച്ചവടക്കാരൻ ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു തീർത്തു. കൂട്ടുകാരന് കാര്യത്തിൻ്റെ കിടപ്പ് വേഗം പിടികിട്ടി. കച്ചവടക്കാരൻ കുഞ്ഞിനെ കൊണ്ടുപോയതാണെന്ന് മനസ്സിലായി. അയാൾ കച്ചവടക്കാരനോട് തൻ്റെ കുഞ്ഞിനെ മടക്കി തരണമെന്ന് താണുകേണ് അപേക്ഷിച്ചു. തൻ്റെ ഇരുമ്പ് തിരിച്ചു തന്നാൽ കുഞ്ഞിനെ കാട്ടിത്തരാമെന്നായി രാമു. കൂട്ടുകാരൻ വേഗം തന്നെ ഇരുമ്പ് രാമുവിന് തിരിച്ചു കൊടുത്തു. രാമു താമസിയാതെ തന്നെ കൂട്ടുകാരന് അയാളുടെ കുഞ്ഞിനെ തിരിച്ചേൽപ്പിച്ചു. അങ്ങനെ ഇരുവരും വീണ്ടും ചങ്ങാതിമാരായി. ഈ കഥയുടെ ഗുണപാഠം: ആരെയും ചതിക്കാതിരിക്കുക. നമ്മേക്കാൾ വലിയ ചതിയന്മാർ നമ്മെ കുഴിയിൽ വീഴ്ത്തും. സത്യസന്ധതയാകണം നമ്മുടെ മുഖമുദ്ര.